ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധമുള്ള വലിയ പ്രചാരണ കോലാഹലം കണ്ട പാലക്കാട് ഇപ്പോൾ പോളിംഗ് ബൂത്തിലാണ്. ഈ 10-14 ദിവസങ്ങളിൽ കണ്ട വീറും വാശിയും ആ പോളിംഗ് ബൂത്തുകളിലെ വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമെന്നല്ല പ്രതിഫലിക്കുന്നില്ല എന്ന് തന്നെ കൃത്യമായി പറയേണ്ട സമയവുമായിരിക്കുന്നു. പാലക്കാട് വിധി എഴുതുന്നു. രാവിലെ ബൂത്തുകളിൽ വോട്ടേഴ്സിന്റെ വലിയ തിരക്ക് നീണ്ട ക്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പോളിംഗ് അത് മന്ദഗതിയിലേക്ക് എത്തുന്നു. 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു. രാവിലെ 6 മുതൽ തന്നെ പോളിംഗ് കേന്ദ്രങ്ങളിൽ നീണ്ട നിരയായിരുന്നു. എന്നാൽ പിന്നീട് പോളിംഗ് മന്ദഗതിയിലേക്ക് മാറി. വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. ഭൂരിപക്ഷത്തെ പറ്റി ഞാനൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് പ്രവചിക്കാൻ ആളല്ല, ഒരു സംഘടനാ പ്രവർത്തനം നടത്തി പ്രവചിച്ചേനെ. ഒരു സ്ഥാനാർത്ഥി കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു മികച്ച ഭൂരിപക്ഷം ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ആ ഡെഫിസിറ്റിനെ മറികടന്ന് നെറ്റ് ശതമാനം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ദശാംശമെങ്കിലും കൂടാനാണ് സാധ്യത. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് നടത്തുന്നത്. അത് കേവലം പാലക്കാട് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതും. മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലെ 88-ാം നമ്പർ ബൂത്തിൽ വിവിപാറ്റ് മെഷീനിലുണ്ടായ തകരാർ വോട്ടെടുപ്പ് വൈകിപ്പിച്ചു. ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരൻ അരമണിക്കൂറോളം കാത്തുനിന്ന് മടങ്ങി. ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യാമെന്ന് P. സരൻ. ജനങ്ങൾക്ക് അവരുടെ വിഷയങ്ങളെ പറ്റി നല്ല ബോധ്യമുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിനുള്ള കാരണം എന്നുള്ളതിനെ പറ്റി. അതിൽ ഏത് തരത്തിലുള്ള ഒരാൾ ജയിച്ചു വന്നാലാണ് അടുത്ത 18 മാസം കൊണ്ട് ഇവിടെ ഒരു മാറ്റം വരിക എന്നുള്ളതിനെ പറ്റി. ആദ്യ മണിക്കൂറുകളിൽ വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്ന നഗരമേഖലകളിൽ 9 മണിക്ക് ശേഷം വോട്ടെടുപ്പ് മന്ദഗതിയിലായി. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഭേദപ്പെട്ട നിലയിലാണ് പോളിംഗ്. റിസർച്ച് ഡെസ്ക് 24.